പ്രിയ സ്നേഹിതരെ, ആറാമത് പരിശുദ്ധാത്മാഭിഷേക ധ്യാനം ആലപ്പുഴ IMS ധ്യാനഭവനിൽ വെച്ച് സെപ്റ്റംബർ 4 മുതൽ 7 വരെ നടക്കുകയാണ്. ഈ ധ്യാനത്തിനോട് അനുബന്ധിച്ച് ഞാൻ എഴുതിയ 11ാമത്തെ ഗാനമാണ് നിത്യജീവൻ. നിത്യജീവൻ പ്രാപിക്കാനായി എന്തു ചെയ്യണം? വീണ്ടും ജനിച്ചാൽ നിനക്കു നിത്യജീവൻ പ്രാപിക്കാം. സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ എന്തു ചെയ്യണം? പശ്ചാത്തപിച്ചു മനസ്സു തിരിഞ്ഞാൽ സ്വർഗം പ്രാപിക്കാം. നിത്യജീവൻ പ്രാപിക്കാനായി എന്തു ചെയ്യണം? വീണ്ടും ജനിച്ചാൽ നിനക്കു നിത്യജീവൻ പ്രാപിക്കാം. യേശുവിനെ പോലെയാകാൻ എന്തു ചെയ്യണം? യേശുവിൻ്റെ പിന്നാലെ പോയിടേണം. യേശുവിനെ പോലെയാകാൻ എന്തു ചെയ്യണം? യേശുവിൻ്റെ പിന്നാലെ പോയിടേണം. അഭിഷേകം നേടുവാനായി എന്തു ചെയ്യണം? ഹൃദയമുരുകി പ്രാർത്ഥിച്ചാൽ അഭിഷേകം നേടിയിടാം. അഭിഷേകം നേടുവാനായി എന്തു ചെയ്യണം? ഹൃദയമുരുകി പ്രാർത്ഥിച്ചാൽ അഭിഷേകം നേടാം. നിത്യജീവൻ പ്രാപിക്കാനായി എന്തു ചെയ്യണം? വീണ്ടും ജനിച്ചാൽ നിനക്കു നിത്യജീവൻ പ്രാപിക്കാം. സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ എന്തു ചെയ്യണം? പശ്ചാത്തപിച്ചു മനസ്സു തിരിഞ്ഞാൽ സ്വർഗം പ്രാപിക്കാം. ബോധപൂർവം ആരാധിക്കാൻ എന്തു ചെയ്യണം? മനസ്സിനെ നവീകരിച്ച് രൂപാന്തരപ്പെടണം. ബോധപൂർവം ആരാധിക്കാൻ എന്തു ചെയ്യണം? മനസ്സിനെ നവീകരിച്ചു രൂപാന്തരപ്പെടണം. വേണ്ട പോലെ പ്രാർത്ഥിക്കാനായി എന്തു ചെയ്യണം? അവാച്യമായ നെടുവീർപ്പുകളാൽ പ്രാർത്ഥിച്ചിടണം. വേണ്ട പോലെ പ്രാർത്ഥിക്കാനായി എന്തു ചെയ്യണം? അവാച്യമായ നെടുവീർപ്പുകൾ പ്രാർത്ഥിച്ചിടണം. നിത്യജീവൻ പ്രാപിക്കാനായി എന്തു ചെയ്യണം? വീണ്ടും ജനിച്ചാൽ നിനക്കു നിത്യജീവൻ പ്രാപിക്കാം. സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ എന്തു ചെയ്യണം? പശ്ചാത്തപിച്ചു മനസ്സു തിരിഞ്ഞ സ്വർഗം പ്രാപിക്കാം.